അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, നമ്മൾ ലിസാനിലെ എല്ലാ പാഠവും റിവിഷൻ നടത്താൻ പോവുകയാണ്. ഓരോ പാഠത്തിലും എന്തെല്ലാം പഠിക്കണം, അതുപോലെ ഓരോ പാഠഭാഗത്തിലെയും വാക്കർത്ഥങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളി കേട്ടോ. ആദ്യം നമ്മളെ ഒന്നാമത്തെ പാഠം എടുക്കുക. എന്താണ് ഒന്നാമത്തെ പാഠത്തിന്റെ പേര്? അനദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാണ്. നോക്കുക, അനദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. അന അർണബുൻ, ഞാനൊരു മുഴലാണ്. അനാനാസുൻ, ഞാനൊരു കൈതച്ചക്കയാണ്. അന മൗസുൻ, ഞാനൊരു വാഴപ്പഴമാണ്. അന ഉസ്താദുൻ, ഞാൻ അധ്യാപകനാണ്. അനദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. അന സഹറത്തുൻ, ഞാൻ പൂവാണ്. അന സിഞ്ചാബുൻ, ഞാനൊരു അണ്ണാനാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം നോക്കുക. അന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഞാന്. അതുകൊണ്ടാണ് അനയും ഞാൻ എന്നുള്ളതും റോസിൽ എഴുതിയിരിക്കണം കേട്ടോ. റോസ് കളർ കൊണ്ട് എഴുതിയിരിക്കണേ. പിന്നെ ഓരോ വാക്കിന്റെ അർത്ഥമുണ്ട്. ദാരിസ് പറഞ്ഞ പഠിക്കുന്നവൻ, അർണബ് പറഞ്ഞ മുയല്, അനാനാസ് പറഞ്ഞ കൈതച്ചക്ക, അങ്ങനെ ഓരോന്നും പഠിക്കട്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, എന്ത് വസ്തുവാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഇനി മൃഗങ്ങളാവട്ടെ പഴങ്ങളാവട്ടെ പച്ചക്കറികളാവട്ടെ, എന്താണെങ്കിലും ശരി, അതിന്റെ ഒപ്പം ഒക്കെ എന്ത് വെക്കാൻ പറ്റും? അന എന്ന് വെക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അതിന്റെ ഒക്കെ അർത്ഥങ്ങൾ പഠിക്കുക. ഇനി പുസ്തകത്തിലെ തദ്രീബാത്ത് നോക്കുക. കണ്ടില്ല? അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. അന ലുബിനത്തുൻ, ഞാൻ ലുബിനയാണ്. അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. അനദാരിസത്തുൻ, ഞാൻ പഠിക്കുന്നവളാണ്. ഇനി അടുത്ത് നോക്കി, മുയലിന്റെ ചിത്രം ഉണ്ടല്ലോ, അവിടെ പൂരിപ്പിക്കാനാണ്. എന്താണ് മുയലിന് അറബി പറയാ? അർണബുൻ. അപ്പൊ എന്താ പറയാ? അന അർണബുൻ. അതിന്റെ താഴെ നോക്കി, വാഴപ്പഴത്തിന്റെ ചിത്രല്ലേ, പഴത്തിന് എന്താ അറബി പറയാ? മൗസുൻ. അപ്പൊ എങ്ങനെ പൂരിപ്പിക്കുക? അന മൗസുൻ. ഇനി അടുത്ത ചിത്രം നോക്കി, എന്താണ്? അണ്ണാറക്കണ്ണന്റെ ചിത്രം ഉണ്ടല്ലേ, അണ്ണാന്. അപ്പൊ അണ്ണാൻ എന്താ അറബി പറയാ? നമ്മൾ പഠിച്ചുകൊണ്ടല്ലോ, എന്താണ്? സിഞ്ചാബുൻ. അപ്പൊ അന സിഞ്ചാബുൻ. അടുത്തത് എന്താണ്? പൈനാപ്പിളിന്റെ ചിത്രം അല്ലേ, കൈതച്ചക്ക. കൈതച്ചക്കക്ക് എന്താ അറബി പറയാ? അനാനാസുൻ. അപ്പൊ എന്താ പൂരിപ്പിക്കുക? അന അനാനാസുൻ. ഇത്രയാണ് ഒന്നാം പാഠത്തിൽ പഠിക്കാനുള്ളത് കേട്ടോ. ഇനി 2ാം പാഠം നോക്കുക. എന്താ പാഠത്തിന്റെ പേര്? ഹാസ ബൈത്തുൻ, ഇത് വീടാണ് അല്ലെ. ഇനി ഓരോന്ന് നോക്കട്ടോ. ഹാസ ബൈത്തുൻ, ഇതൊരു വീടാണ്. ഹാസ ഇബിനുൻ, ഇത് മകനാണ്. ഹാസിഹി ബിൻതുൻ, ഇത് മകളാണ്. അപ്പൊ ഹാസ ആദിഹി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇത് കേട്ടോ. ഹാസ ദീക്കുൻ, ഇതൊരു കോഴിയാണ്. അപ്പൊ ദീക്കുൻ എന്ന് പറഞ്ഞാല് കോഴി. ഹാദിഹി ദജ്ജാജത്തുൻ, ഇതൊരു പിടക്കോഴിയാണ്. അപ്പൊ ദജ്ജാജത്ത് എന്ന് പറഞ്ഞാല് പിടക്കോഴി. ഹാദിഹി ബക്കറത്തുൻ, ഇതൊരു പശുവാണ്. അപ്പൊ ഇത്രയും പഠിക്കുക. ഇതിന്റെ അർത്ഥങ്ങളൊക്കെ നല്ല രീതിക്ക് പഠിക്കട്ടോ. അപ്പൊ ഹാദ ഹാദിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഇത് എന്ന്. ഇവിടെ നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, താ ഉള്ളീന്റെ ഒപ്പൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു? താ ഓ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ അവിടെ എന്താണ് പറഞ്ഞത്? നമ്മള് ഹാദിഹിന്ന്. അല്ലാത്തതിന്റെ ഒപ്പൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്? ഹാസ എന്ന്. അത് നല്ലോണം മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്നാലും നമുക്ക് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി തദ്രീബാത്ത് നോക്കി, കണ്ടില്ലേ? ഹാസ ബാബുൻ. അവിടെ ബാബു എന്നുള്ളടത്ത് താ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ ഹാസ എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഹാദിഹി ഷജറത്തുൻ, അവിടെ താ ഉണ്ട്, അതുകൊണ്ട് ഹാദിഹി പറഞ്ഞു. ഹാദാ കുർസിയുൻ, കുർസി എന്നുള്ളതിൽ അവസാനം താ ഉണ്ടോ? ഇല്ല. അപ്പൊ ഹാസ എന്ന് പറഞ്ഞു. ഹാദിഹി സയ്യാറത്തുൻ, സയ്യാറത്ത് എന്നുള്ളതിന്റെ അവസാനം എന്തുണ്ട്? താ ഉണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു? ഹാദി എന്ന് പറഞ്ഞു. ഇനി പൂരിപ്പിക്കാനാണ്. ഹാദിഹി, പശുക്ക് എന്താ അറബി പറയാ? ബക്കറത്തുൻ. ആ ഹാദിഹി സഹറത്തുൻ, പൂവിന് അറബി സഹറത്തുൻ എന്നല്ല പറയാ. ഇതിൽ രണ്ടിലും താ ഇല്ലേ? അതുകൊണ്ടാണ് ഹാദിഹി എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി ഇപ്പുറം നോക്കി, ഹാസാ ദീക്കുൻ, ഹാസാ സിഞ്ചാബുൻ. രണ്ടിടത്തും താ ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഹാദ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2ാം പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാഠം നോക്കുക. അൻത ഇബിനുൻ. അൻത ഇബിനുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ മകനാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. അന ബിൻതുൻ, ഞാൻ മകളാണ്. അൻത ഇബിനുൻ, നീ മകനാണ്. അപ്പൊ അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചു അല്ലേ. ഇനി ഇവിടെ നമ്മൾ പഠിക്കാണ്. അൻത എന്ന് പറഞ്ഞ എന്താ അർത്ഥം? നീന്ന്. ഇനി അടുത്ത് നോക്കി, അന ഇബിനുൻ, ഞാൻ മകനാണ്. അൻതി ബിൻതുൻ, നീ മകളാണ്. അത് മനസ്സിലാക്കണം. പെൺകുട്ടികളാവുമ്പോ എന്താ, പെൺകുട്ടികളോടാണ് നമ്മൾ നീ എന്ന് പറയണെന്നുണ്ടെങ്കിൽ അവിടെ അൻതി എന്നാണ് പറയാ. ആൺകുട്ടികളോട് പറയുമ്പോ അൻതാന്നും. അത്ര മനസ്സിലാക്കാനുള്ള ഈ പാഠത്തുനിന്ന്. ഓക്കെ, അടുത്തത് നോക്കുക. അന ഉസ്താദുൻ, ഞാൻ അധ്യാപകനാണ്. അതുകൊണ്ടാണ് അവിടെ അന പറഞ്ഞത് കേട്ടോ. ഇനി അടുത്തത് നോക്കി,
അൻത ഇബിനുൻ നീ മകനാണ്. ഇബിന് പറഞ്ഞ ആൺകുട്ടിയല്ലേ, അതുകൊണ്ടാണ് അവിടെ അൻത എന്ന് പറഞ്ഞത്, നീ മകനാണെന്നുള്ളത്. ഇനി അടുത്ത് നോക്കി, അൻതി ബിന്തുൻ നീ മകളാണ്. ബിന്തു എന്നുള്ളത് പെൺകുട്ടിയാണല്ലോ, അതുകൊണ്ടാട്ടോ അൻതി എന്ന് പറഞ്ഞത്. ഇനി നോക്കി അടിയിൽ പൂരിപ്പിക്കാനുള്ളത് അൻത ഇബിനുൻ, കാരണം ഇമ്മ ആൺകുട്ടിനെ ചൂണ്ടിങ്ങാണ്ട് പറയാണ് നീ മകനാണെന്ന്, അതുകൊണ്ടാണ് അൻതാന്ന് വന്നു. പിന്നെ നേരെ ഓപ്പോസിറ്റ് നോക്കി, ആൺകുട്ടി പെൺകുട്ടിനോട് പറയാണ് ഇജ് പെൺകുട്ടിയാണ് എന്ന്, അതുകൊണ്ടാണ് അവിടെ അൻതി ബിന്തു എന്ന് വന്നത്. ഇനി അതിന്റെ അടിയിൽ നോക്കി, ആൺകുട്ടി പെൺകുട്ടി ഉസ്താദിനോട് പറയാണ് നിങ്ങൾ ഉസ്താദാണ്, നീ ഉസ്താദാണ്, അതുകൊണ്ടാണ് അവിടെ അൻത ഉസ്താദ് എന്ന് വന്നത്. ഉസ്താദ് ആണാണല്ലോ, ആണാവുമ്പോ അൻതാന്ന് വരും, പെണ്ണാവുമ്പോ അൻതി എന്ന് വരും. നോക്കി, അൻതി ദാരിസത്തുൻ നീ വിദ്യാർത്ഥിനിയാണ്. വിദ്യാർത്ഥിനി എന്ന് പറയുമ്പോ പെണ്ണല്ലേ, അതുകൊണ്ടാണ് അൻതി ദാരിസത്തുൻ. അപ്പൊ ഈ പാഠത്തില് പഠിക്കേണ്ടത് ആണാവുമ്പോ അൻതാന്നും പെണ്ണാവുമ്പോൾ അൻതി എന്നാണ് വരിക എന്ന് പഠിക്കട്ടോ. പിന്നെ ഈ പാഠത്തിൽ പഠിക്കേണ്ട ഒന്നാണ് ആ പാട്ട്, ഹാദാ ഇബ്നി ഹാസിഹി ബിൻതി ഹാദാ ജദ്ദി ഹാസി ഉമ്മി അൻത അബതി അൻതി ഉമ്മി അൻത നൂരി അൻതി സിരി. ഈ പാട്ട് കാണാ പഠിക്കുക, പൂരിപ്പിക്കാനുണ്ടാവും കേട്ടോ. ചിലപ്പോ മുൻപത്തെ നമുക്ക് ഒരു അരക്കൊല്ല പരീക്ഷയ്ക്ക് ചോദിച്ചതാണല്ലോ, അപ്പൊ പഠിക്കട്ടോ. ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം പാഠത്തില് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നമ്മളെ നാലാമത്തെ പാഠം നോക്കുക, മഹാസ അല്ലെ, ഇതെന്താണ് നോക്ക. ഒന്നാമത്തെ ചിത്രം നോക്കട്ടോ, മാങ്ങന്റെ ചിത്രല്ലേ കാണുന്നേ. മഹാസ ഇതെന്താണ്, എന്താ പറയണ അവിടെ, ഹാസ മാഞ്ച, ഇത് മാങ്ങയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ചോദ്യത്തിന്റെ അവസാനം വന്ന വാക്യക്കാരം ഉത്തരത്തിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടാവുക, അതെല്ലാരും മനസ്സിലാക്കി വെക്കട്ടോ. നമുക്ക് ചോദ്യം ചോദിച്ച് ഉത്തരം എഴുതാൻ വരുമ്പോൾ ആ രൂപത്തിലാണ് എഴുതേണ്ടത്, അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത് നോക്കി, ഹാദിഹി ഹാദിഹി ഹിറത്തുൻ മൻഹാദ ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. മൻഹാദിഹി ഇതാരാണ്, ഹാദിഹി ലുബിനത്തുൻ, ഇത് ലുബിനയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞേ. അഥവാ ആണുങ്ങളോ അല്ലെങ്കിൽ താ ഇല്ലാത്തതോ ആണെങ്കിൽ ഹാദേക്കാരം, പെണ്ണുങ്ങളോ അല്ലെങ്കിൽ താ അവസാനത്തിൽ താ ഉണ്ടെങ്കിൽ എന്തേക്കാരം, ഹാദിഹേക്കാരം എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇപ്പുറം നോക്ക, ചോദ്യത്തിലും നോക്ക പുസ്തകത്തെ, മാ ഹാസ ഇതെന്താണ്. ചിത്രത്തിൽ എന്താ കാണുന്ന, പേനല്ലേ, പേനക്ക് എന്താ അറബി പറയാ, കലമുൻ. അപ്പൊ എങ്ങനെ ഉത്തരം ചെയ്താ, ചോദ്യത്തിന്റെ അവസാനത്തിൽ എന്താ വന്നിക്കണേ, ഹാസാന്ന്. അപ്പൊ അതെടുത്ത് ഉത്തരം എഴുതണം, ഹാസ കലമുൻ, ഇത് പേനയാണ്. അടുത്ത് നോക്കി, മഹാസിഹി ഇതെന്താണ്, എന്താണ് ചിത്രത്തിൽ കാണുന്ന, ഒരു പൂവല്ലേ, പൂവിന് എന്താ അറബി പറയാ, സഹിറത്തുൻ. അപ്പൊ ഇതാ സുഖാണല്ലോ അല്ലേ. ചോദ്യത്തിന്റെ അവസാനത്തിൽ എന്താ വന്നിക്കണേ, ഹാസി. അപ്പൊ ഹാദിഹി സഹിറത്തുൻ. ഇനി മൻഹാസ ഇതാരാണ്, ഹാസാഹി, ഇതെന്റെ സഹോദരനാണ്. അടുത്ത ചോദ്യം എന്താണ്, മൻഹാദിഹി അല്ലെ, ഇതാരാണ്. അവിടെ ഒരു പെൺകുട്ടിന്റെ ചിത്രല്ലേ കാണുന്നേ, സഹോദരി അല്ലേ. അപ്പൊ ഹാസിഹി ഉഖ്തി, ചോദ്യത്തിന്റെ അവസാനം വന്ന വാക്ക് ഏതാണോ അതാണ് ഉത്തരത്തിന്റെ ഫസ്റ്റിൽ എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ചോദ്യത്തിലൊക്കെ എഴുതാൻ വളരെ സുഖകാരം. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കയറിയിട്ട് കാണുക, വളരെ ഉഷാറായിട്ട് പഠിക്കട്ടോ. അതിൽ നല്ല വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ. ഇനി അടുത്ത വർക്ക് നോക്കി, എന്താണ് ചോദ്യം, മഹാസ എന്താണ് അവിടെ ചിത്രം കാണുന്നേ, പുസ്തകത്തിന്റെ ചിത്രം അല്ലേ. പുസ്തകത്തിന് എന്താ അറിവ് പറയാ, കിതാബുൻ. അപ്പൊ എങ്ങനെ ഉത്തരം എഴുതുക, ചോദ്യത്തിന്റെ അവസാനം എന്താ വന്നിക്കണേ, ഹാസാന്ന്. അപ്പൊ എങ്ങനെ എഴുതുക, ഹാസ കിതാബുൻ. അതുപോലെ ബാക്കിയുള്ളതൊക്കെ എഴുതുക, മഹാദിഹി ഹാദിഹി ഹിറത്തുൻ മൻഹാസ ഹാസ ബാസിമുൻ മൻഹാദിഹി ഹാദിഹി ലുബിനത്തുൻ. ഈ രൂപത്തിലൊക്കെ ഉത്തരം എഴുതട്ടോ. ഇത്രയാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാഠാണ് നമ്മുടെ അഞ്ചാമത്തെ പാഠം നോക്കട്ടോ. സാലിക്ക പുർത്തുകാലുൻ, അത് ഓറഞ്ചാണ്. അപ്പൊ സാലിക്ക തിൽക്ക എന്ന് പറഞ്ഞ എന്താ അർത്ഥം, അത് എന്നാണ് അർത്ഥം. അപ്പൊ സാലിക്ക പുർത്തുകാലുൻ, അത് ഓറഞ്ചാണ്. തിൽക്ക തുഫാത്തുൻ, അത് ആപ്പിളാണ്. സാലിക്ക ബാമിയ, അത് വെണ്ടയാണ്. തിൽക്ക ബിത്തീഹത്തുൻ, അത് വത്തക്കയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട എന്താ അറിയോ, താ ഉണ്ടെങ്കിൽ അവസാനത്തിൽ ചെറിയ താ ഉണ്ടെങ്കിൽ അതിന്റെ ഒപ്പം എന്താ വരിക, തിൽക്കാണ് വരിക. നോക്കി നിങ്ങൾ, തുഫാഹത്തുൻ താ ഇല്ലേ, അതുകൊണ്ട് അവിടെ തിൽക്കാണ് വന്നത്. തിൽക്ക തുഫാഹത്തുൻ. ബിത്തീഹത്തുൻ എന്ന് പറയുമ്പോഴും താ ഇല്ലേ, അതുകൊണ്ടാണ് അവിടെ തിൽക്ക ബിത്തീഹത്തുൻ വന്നത്. താ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ് വരിക, സാലിക്ക ബുർത്തുക്കാൽ എന്ന് പറയുമ്പോ താ ഉണ്ടോ, ഇല്ല. അപ്പൊ സാലിക്ക വന്നു. ബാമിയ എന്ന് പറയുമ്പോ താ ഉണ്ടോ, ഇല്ല. അപ്പൊ എന്തായി, സാലിക്ക വന്നു.
അപ്പൊ ആ രൂപത്തിൽ പഠിക്കട്ടോ. പിന്നെ അതിന്റെ വാക്കർത്ഥങ്ങളൊക്കെ പഠിക്കട്ടോ. അവ ഓറഞ്ചിന് എന്താ അറബി പറയാ, വെണ്ടയ്ക്ക് എന്താ അറബി പറയാന്നുള്ളതൊക്കെ പഠിക്കട്ടോ. ഇനി ഇതിലെ പുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കുക. ചോദ്യം എന്താണ്? മാതാലിക്ക, അതെന്താണ്? ഇതിന്റെ ഉത്തരം എന്താണ്? ദാലിക്ക ദീക്കുൻ, അത് പൂവൻ കോഴിയാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചോദ്യം ഇത് ഉത്തരം എഴുതാൻ വന്നാല് ചോദ്യത്തിന്റെ അവസാനം എന്താണോ ആ വാക്കുത്തരത്തിന്റെ ഫസ്റ്റ് ചെയ്ത് കൂടെ മാതാലിക്ക എന്ന് പറയുമ്പോൾ ദാലിക്കല്ല അവസാനം. അപ്പൊ ദാലിക്ക എന്ന് ഫസ്റ്റ് ചെയ്ത, എന്നിട്ട് അതിന്റെ അറബി എഴുതുക എന്താണ്? ദാലിക്ക ദീക്കുൻ. അതുപോലെ അടുത്ത ചോദ്യങ്ങൾ നോക്കി നിങ്ങള്. മാ തിൽക്ക, തിൽക്ക ദജ്ജാജത്തുൻ, മാ തിൽക്ക, അതെന്താണ്? തിൽക്ക ദജ്ജാജത്തുൻ, അത് പിടക്കോഴിയാണ്. മൻ ദാലിക, അതാരാണ്? ദാലിക വലതുൻ, അത് ആൺകുട്ടിയാണ്. മൻ തിൽക്ക, അതാരാണ്? തിൽക്ക ബിന്തുൻ, അത് പെൺകുട്ടിയാണ്. ഉസ്താദ് ഇവിടെ മന്ന് വന്നല്ലോ അല്ലേ? അത് എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? അഥവാ മനുഷ്യന്മാരാണെന്നുണ്ടെങ്കിൽ ചോദ്യം ഉണ്ടാക്കുമ്പോ ഫസ്റ്റ് മന്നേക്കാരം, മനുഷ്യന്മാരല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് മാ ആക്കാരട്ടോ. അപ്പൊ ആ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കുക. ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു മറ്റൊരു വീഡിയോയുടെ ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്, അത് നോക്കി പഠിക്കട്ടോ. അടുത്ത ചോദ്യം നോക്കി, കണ്ടില്ലേ? മൻ തിൽക്ക, അഥവാ പെണ്ണാണ് മനുഷ്യനാണ്, അതുകൊണ്ടാണ് അവിടെ മഞ്ഞ് വന്നത് കേട്ടോ. പെണ്ണായതുകൊണ്ടാണ് തിൽക്ക എന്ന് വന്നത്. അടുത്തത് നോക്കി, മൻ സാലിക്ക, മന്ന് വന്ന മനസ്സിലാക്കാൻ മനുഷ്യനാണ്. സാലിക്ക എന്തുകൊണ്ടാ വന്നത്? ആണായോണ്ട്. മാ തിൽക്ക, മനുഷ്യനല്ലാത്തോണ്ടാണ് മാ വന്നത് കേട്ടോ. മാ സാലിക്ക, മനുഷ്യനല്ലാത്തോണ്ടാണ് മാ വന്നത് കേട്ടോ. തിൽക്ക വരാൻ കാരണം എന്താണ്? ബിത്തീഹത്ത് എന്ന് പറയുമ്പോ താ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തിൽക്ക വന്നത്. സാലിക്ക എന്ന് വന്നത് താ ഇല്ലാത്തോണ്ട് കേട്ടോ. അഥവാ ബാമിയ എന്ന് പറയുമ്പോ താ ഉണ്ടോ? ഇല്ല, അതുകൊണ്ടാണ് മാ സാലിക്ക എന്ന് വന്നത് കേട്ടോ. നിങ്ങൾ അതിന്റെ ഉത്തരം പറയണോ? മൻ തിൽക്ക എന്താണ്? തിൽക്ക ഉഖ്തി, മൻ സാലിക്ക, സാലിക്ക അഖി, മാ തിൽക്ക, തിൽക്ക ബിത്തീഹത്തുൻ, മാ സാലിക്ക, സാലിക്ക ബാമിയ. ആ രൂപത്തിൽ പഠിക്കട്ടോ. ഇനി നമ്മുടെ പുസ്തകത്തിലെ 5ാമത്തെ പാഠാണ് ഫിൽ ജൈബി കലമുൻ, കീശയിൽ പേനയുണ്ട്. അപ്പൊ ഇതിൽ ആദ്യം പഠിക്കേണ്ട ഫീ എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം വരിക, അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ് അർത്ഥം. ഇനി ഉദാഹരണങ്ങൾ നോക്കട്ടോ. ഫീ സല്ലത്തി മാഞ്ച, കുട്ടയിൽ മാങ്ങയുണ്ട്. കുട്ടയിൽ, അതുകൊണ്ടാണ് ഫീ വന്നത് കേട്ടോ. ഫിൽ ജൈബി കലമുൻ, കീശയിൽ പേനയുണ്ട്. കീശയിൽ എന്ന് വന്നില്ല, അതുകൊണ്ടാണ് അവിടെ ഫീ പറഞ്ഞത് കേട്ടോ. കലമുൻ എന്ന് പറഞ്ഞ പേന, ജൈബ് പറഞ്ഞാല് കീശ. ഫി സയ്യാറത്തി സവ്വാക്കുൻ, കാറിൽ ഡ്രൈവർ ഉണ്ട്. ഫീ വന്നല്ലോ അല്ലേ, കാറിൽ നിന്നായത് കൊണ്ടാട്ടോ. അപ്പൊ സവ്വാക്ക് പറഞ്ഞ ഡ്രൈവർ, സയ്യാറത്ത് പറഞ്ഞാല് കാറ്. അല ഷജറത്തി ബബ്, ഇവിടെ അലയാണ് വന്നതല്ലേ. കാരണം എന്താണ്? മരത്തിന്മേൽ തത്തയുണ്ട്, മരത്തിന്റെ മുകളിൽ തത്തയുണ്ട് എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് അല എന്ന് വന്നത് കേട്ടോ. അല തോവിലത്തി ബിത്തീഹത്തുൻ, മേശന്മേൽ വത്തക്കയുണ്ട്. അപ്പൊ മേശന്റെ മുകളിലല്ല വത്തക്ക, അതുകൊണ്ടാണ് അല എന്ന് വന്നത് കേട്ടോ. ബിത്തീഹത്ത് എന്ന വത്തക്ക, തോവിലത്ത് പറഞ്ഞാല് മേശ. അലർ റഅസി കലൻസുവത്തുൻ, തലയിന്മേൽ തൊപ്പിയുണ്ട്. അപ്പോ തലയുടെ മുകളിലാണല്ലോ, അതുകൊണ്ടാണ് അല എന്ന് വന്നത് കേട്ടോ. റഅസ് പറഞ്ഞാൽ തല, കലൻസുവത്ത് പറഞ്ഞാല് തൊപ്പി. അപ്പൊ ആ രൂപത്തിലെ വാക്കർത്ഥങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. ഇനി പുസ്തകത്തിലെ പൂരിപ്പിക്കാൻ വന്ന് നോക്കുക. ചിത്രത്തിൽ എന്താ കാണുന്നത്? കൊട്ടയിൽ എന്തുണ്ട്? വായക്കുണ്ടല്ലേ. അപ്പൊ കൊട്ടയിൽ വായക്കുണ്ട്, അപ്പൊ എന്താ വരിക? ആദ്യം ഫീ എന്നല്ലേ. അപ്പൊ ഫീ സല്ലത്തി മൗസുൻ. അടുത്ത എന്താ ചിത്രത്തിൽ കാണുന്ന? മേശന്റെ മുകളിൽ എന്താണ് കാണുന്നത്? പപ്പായ അല്ലേ. അപ്പൊ എന്താ അറബി പറയാം? മുകളിലാണല്ലോ, അപ്പൊ അല തോവിലത്തി ബബായ. അടുത്ത് ബാഗിന്റെ ഉള്ളില് ബുക്കാണ്, അപ്പൊ എങ്ങനെ പറയാ? ഫിൽ ഹക്കീബത്തി കിതാബുൻ. അടുത്ത എന്താണ്? മരത്തിന്മേൽ തത്തല്ലേ, അപ്പൊ അല ഷജറത്തി ബബാഉൻ. ആ രൂപത്തിൽ പഠിക്കട്ടോ. ഇനി അടുത്ത് നോക്കി, ഫീ ബൈത്തി ദറാജത്തുൻ, എന്റെ വീട്ടിൽ സൈക്കിളുണ്ട്. അടുത്ത് നോക്കി, ഫീ ബൈത്തി ദറാജത്തുൻ, എന്റെ വീട്ടിൽ സൈക്കിളുണ്ട്. ഫിൽ മദ്രസത്തി അസ്ദിഖാഉൻ, മദ്രസയിൽ കൂട്ടുകാരുണ്ട്. അപ്പൊ അസ്ദിഖാ പറഞ്ഞാല് കൂട്ടുകാര്. അലായതി സാഅത്തുൻ, അലായതി സാഅത്തുൻ, എന്റെ കയ്യിന്മേൽ വാച്ചുണ്ട്. എന്റെ കയ്യിന്മേൽ വാച്ചുണ്ട്. അപ്പൊ സാഅത്ത് എന്നാ വാച്ചട്ടോ, അതെല്ലാരും പഠിക്കണം. പിന്നെ അലർ റഅസി കലൻസുവത്തുൻ, എന്റെ തലയിന്മേൽ തൊപ്പിയുണ്ട്. അപ്പൊ ഈ അവസാനത്തെ രണ്ടെണ്ണം എല്ലാരും പഠിക്കണം. ചിലപ്പോ അതൊക്കെ എന്താവും? പൂരിപ്പിക്കാണ്ടാവും. ഇനി അടുത്ത പാടാണ് ഐനൽ ഹമാമത്തോ, പ്രാവ് എവിടെ എന്നുള്ളത്. നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ നോക്കട്ടോ. നോക്കി, ഐന സൂമു, വെളുത്തുള്ളി എവിടെ. അപ്പൊ സൂമു പറഞ്ഞാൽ വെളുത്തുള്ളി. അപ്പൊ ചോദ്യത്തിന്റെ അവസാനം വന്നത് എന്താണ്? നേരത്തെ പറഞ്ഞത് മാതിരി അവസാനം വന്നത് നോക്ക, എന്താണ്? സൂമ്. അപ്പൊ ഉത്തരം എഴുതുമ്പോൾ ഫസ്റ്റ് എഴുതണം. കണ്ടില്ലേ? അസൂമു ഫിൽ ഇനാഇ, വെളുത്തുള്ളി പാത്രത്തിലാണ്. ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെ? അൽ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് ചുമരിന്മേലാണ്.
അയിന ദറാജത്തു സൈക്കിൾ എവിടെ? അദ്ദറാജത്തു ഫിഷാരി സൈക്കിൾ റോട്ടിലാണ്. അയിനൽ ഇബിനു കുട്ടി എവിടെ? അൽ ഇബിനു അല ദറാജത്തി കുട്ടി സൈക്കിളിന്റെ മേലാണ്. അപ്പൊ ആ രൂപത്തിൽ പഠിക്കുക. നീ നമ്മുടെ പുസ്തകത്തിലെ വർക്കിൽ വന്ന ഭാഗം നോക്കുക. അൽ ഇബിനു അല ദറാജത്തി ഉത്തരം കൊടുത്തുകാണ്. ഇനി ചോദ്യം ഉണ്ടാക്കാനല്ലേ? എന്താണ്? കുട്ടി സൈക്കിളിന്മേലാണ്. അപ്പൊ ചോദ്യം ഉണ്ടാക്കുമ്പോ എന്താ വരിക? അഥവാ ഹാദ ഹാദിഹി ലാലിക്ക തിൽക്ക ഇതൊന്നും വരാത്ത ഉത്തരാണെന്നുണ്ടെങ്കിൽ അവിടെ ചോദ്യം ഉണ്ടാക്കാൻ ഫസ്റ്റ് അയിനേട്ട കൊടുക്കേണ്ടത്. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ അയിനെയാണ് വരിക. അപ്പൊ എന്താ ഉത്തരം വരിക? അയിനൽ. അപ്പൊ എന്താ ചോദ്യം വരിക? അയിനൽ ഇബിനു. ഇനി അടുത്തത് നോക്കി ഉത്തരം എന്താ അവിടെ തന്നിക്കണേ? അസ്സമക്കു ഫിൽ മായി മീൻ വെള്ളത്തിലാണ്. അപ്പൊ ഹാദാ ഹാദിഹി ലാലിക്ക തിൽക്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ചോദ്യത്തിൽ എഴുതുമ്പോ ഫസ്റ്റ് എന്ത് എഴുതണം? അയിന എഴുതണം. എന്നിട്ട് ഉത്തരത്തിൽ ഫസ്റ്റ് വന്ന വാക്ക് എഴുതുക. അയിന സമക്കു. അപ്പൊ ചോദ്യമായി അൽ ഹക്കീബത്തു അല തോവിലത്തി. ഇതാണല്ലോ അടുത്ത ഉത്തരം. എന്താ പറയണേ? ബുക്ക് മേശയുടെ പുറത്താണ്, മേശന്മേലാണ്. അപ്പൊ എങ്ങനെ ഉത്തരം എഴുതണ്ടേ? ചോദ്യത്തിൽ ആദാദി വന്നേക്കണോ? ഇല്ലല്ലോ. അപ്പൊ അയിനാന്ന് എഴുതുക. ഉത്തരത്തിലെ ഫസ്റ്റ് വാക്ക് എന്താണ്? ഹക്കീബത്ത് എടുത്ത് എഴുതുക. അയിനൽ ഹക്കീബത്തു ആ രൂപത്തിന് അടുത്തത് നോക്കി നിങ്ങള്. അൽമാവു ഫിദ്ദൽവി. അയിനൽ മാവു വെള്ളം എവിടെയാണ്? അൽമാവു ഫിദ്ദൽവി വെള്ളം ബക്കറ്റിലാണ്. അപ്പൊ ആ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കട്ടോ. അടുത്തത് നോക്കുക. അയിനൽ മാവു വെള്ളം എവിടെ? ചിത്രത്തിൽ നോക്കി വെള്ളം എവിടെയാണ്? ബക്കറ്റിലല്ലേ. അപ്പൊ എങ്ങനെ അറബിയിൽ എഴുതുക? ചോദ്യത്തിന്റെ അവസാനം അല്ലേ? അപ്പൊ അൽമാ ഫിദ്ദൽവി. അടുത്ത് നോക്കി അയിനൽ കലമു. അൽ കലമു അലൽ കിതാബി. അയിനൽ ബിത്തിഹത്തു വത്തക്ക എവിടെയാണ്? അൽ ബിത്തിഹത്തു ഫി സല്ലത്തി വത്തക്ക കുട്ടയിലാണ്. അയിനൽ മാഞ്ച മാങ്ങ എവിടെയാണ്? അൽ മാഞ്ച അല ഷജറത്തി മാങ്ങ മരത്തിന്മേലാണ്. അപ്പൊ രൂപത്തിൽ എല്ലാതും അർത്ഥം മനസ്സിലാക്കി പഠിക്കട്ടോ. അടുത്ത് നോക്കി ചേരുംപടി ചേർക്കാൻ ചോദ്യം തന്നുകൊണ്ട് ഉത്തരം പുറത്തുണ്ട്. ഇനി ചേരുംപടി ചേർക്കാനാണ്. അയിനൽ ഉമ്മു ഉമ്മ എവിടെ? പുറത്ത് കണ്ടില്ലേ? അൽ ഉമ്മു ഫിൽ ബൈത്തി ഉമ്മ വീട്ടിലാണ്. അടുത്ത ചോദ്യം എന്താ? അയിനൽ മുഅല്ലിമു അധ്യാപകൻ എവിടെയാണ്? അൽ മുഅല്ലിമു ഫി സുഫി അധ്യാപകൻ ക്ലാസ്സിലാണ്. അയിനൽ കഅബത്തു കഅബ എവിടെയാണ്? അൽ കഅബത്തു ഫി മക്ക കഅബ മക്കയിലാണ്. അയിന സമക്കു മത്സ്യം എവിടെ? മീൻ എവിടെയാണ്? അസമക്കു ഫിൽ മായി മീൻ വെള്ളത്തിലാണ്. അപ്പൊ ആ രൂപത്തില് ചോദ്യം ഉത്തരമൊക്കെ നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ച വളരെ സിമ്പിൾ ആണ് കേട്ടോ ലിസാന്. ഇനി അടുത്ത പാടാണ് നമ്മുടെ അള്ളാഹു റബ്ബി എന്നുള്ള പാഠം. വളരെ സുഖല്ലേ? എന്താണ് പറയണത് നോക്കുക. ഹാദ ഉസ്താദി ഇത് എന്റെ ഉസ്താദാണ്. ഹാദ അഹി ഇത് എന്റെ സഹോദരനാണ്. ഇവിടൊക്കെ എന്റെ എന്നുള്ള അർത്ഥം കൂടുന്നില്ലേ? അതിന്റെ അർത്ഥം അത് എന്തുകൊണ്ടാ മനസ്സിലായോ? ആ ഉസ്താദി എന്നുള്ളതിന്റെ അവസാനത്തിൽ ഒരു യാ കണ്ടില്ലേ? അതുപോലെ അഹി എന്നുള്ളതിന്റെ അവസാനത്തിൽ ഒരു യാ. അങ്ങനെ യാ കൂടുതൽ വരുന്നോണ്ടാണ് എന്റെ അർത്ഥം വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഉദാഹരണം നോക്കി. ഹാസിഹി ഉഖ്തി ഇത് എന്റെ സഹോദരിയാണ്. ദാലിക കിതാബി അത് എന്റെ പുസ്തകമാണ്. തിൽക ഹകീബത്തി അത് എന്റെ ബാഗാണ്. അള്ളാഹു റബ്ബി അള്ളാഹു എന്റെ റബ്ബാണ്. അപ്പൊ റബ്ബ് പറഞ്ഞാല് രക്ഷിതാവ്. അതാണ് ബ്രാക്കറ്റിൽ രക്ഷിതാവാണെന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മുഹമ്മദുൻ നബി മുഹമ്മദ് എന്റെ നബിയാണ്. അപ്പൊ നബി പറഞ്ഞാല് പ്രവാചകനാണ്. അപ്പൊ ആ രൂപത്തിൽ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാല് ബാക്കി പ്രവർത്തനങ്ങളൊക്കെ സിമ്പിൾ ആക്കാറ്. ഇനി പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കി. മഹാസ ഇത് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ ഇനി ഉത്തരം പറയാണ്. ഹാസ കിതാബി ഇത് എന്റെ പുസ്തകമാണ്. അവിടെ വെറും കിതാബ് എന്ന് എഴുതിയ മാർക്ക് കിട്ടൂല കേട്ടോ. കിതാബീന്ന് എഴുതണം. ബ്രാക്കറ്റിൽ നോക്കി എഴുതാണ്ടാവുമ്പോ ആ രൂപത്തിൽ തന്നെ പൂരിപ്പിക്കണം കേട്ടോ. മൻ ഹാസ ഇത് ആരാണ്? ഹാസ അഹി ഇത് എന്റെ സഹോദരനാണ്. മാ ഹാസിഹി ഇത് എന്താണ്? ഹാസിഹി ഹക്കീബത്തി ഇത് ബാഗാണ്. മൻ ഹാസിഹി ഇത് ആരാണ്? ഹാസിഹി ഉഖ്തി ഇത് എന്റെ സഹോദരിയാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കി. മാ ഹാസ ഇത് എന്താണ്? അപ്പൊ എന്താ ഉത്തരം വന്നേ? ഹാസ കലമീ ഇത് എന്റെ പേനയാണ്. മാ സാലിക അതെന്താണ്? സാലിക മിർസമി അത് എന്റെ പെൻസിലാണ്. മൻ തിൽക്ക അതാരാണ്? അപ്പൊ മൻ വന്നുകൊണ്ടാണ് ആര് എന്ന് പറഞ്ഞ കേട്ടോ. തിൽക്ക ഉമ്മീ അത് എന്റെ ഉമ്മയാണ്. മൻ ഹാസ ഇതാരാണ്? ഹാസ അഹി ഇത് എന്റെ സഹോദരനാണ്. അപ്പൊ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടോ. ഇനി അടുത്ത പാടാണ് നമ്മളെ എണ്ണസംഖ്യകൾ പഠിക്കാൻ അല്ലേ. അപ്പൊ ഒന്നിന് എന്താ അറബി പറയാ? വാഹിദ്, രണ്ട് ഇസ്നാനി, മൂന്ന് സലാസ, നാല് അർബ, അഞ്ച് ഹംസ, ആറ് സിത്ത, ഏഴ് സബ,
8 സമാനിയ 9 10 അഷറ. അപ്പൊ അത് നല്ലേക്കിന് പഠിക്കുക. അത് ഇതേപോലെ ബ്രാക്കറ്റിൽ തന്നങ്ങാണ്ട് ചേരുംപടി ചേർക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നല്ലോണം പഠിക്കുക. നമുക്ക് 1-2 ചേരുംപടികൾ നോക്കാം നമ്മുടെ പുസ്തകത്തിലുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കോളി കേട്ടോ. നോക്കി നിങ്ങള് ആദ്യ പാട്ട് നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലേ. വഹീദുൻ ഈസ്നാനി സലാസത്തുൻ അർബഅത്തുൻ ഹംസത്തുൻ സിത്തത്തുൻ സബ്അത്തുൻ സമാനിയത്തുൻ തിസ്അത്തുൻ അശറ. ആ രൂപത്തിലൊക്കെ പാടിയിട്ട് പഠിക്കട്ടോ. പിന്നെ ചേരുപടി ചേർക്കാല്ലേ കണ്ടില്ലേ. അങ്ങനെ നമുക്ക് ഓരോ വസ്തുക്കൾ തരും, എണ്ണി നോക്കുക, അതിന്റെ അറബിയിൽ എന്താണ് ആ എണ്ണത്തിന് പറയാ വെച്ചാല് അത് ചേർത്ത് കൊടുക്കാനായിക്കാട്ടെ. അപ്പൊ പഴം എണ്ണി നോക്കി 1 2 3 4 5 5 പഴല്ല അവിടെ ഉള്ളത്. അപ്പൊ 5-ന് എന്താ അറബി പറയാ? ഹംസ. അപ്പൊ അതിന് വരച്ചു കൊടുക്കുക. ആ രൂപത്തിലാണ് പഠിക്കേണ്ടത് കേട്ടോ. ഇനി ചേരുംപടി ചേർക്കാൻ വരുന്ന അടുത്തൊരു രൂപമാണ് കണ്ടില്ലേ, ഇസ്നാനി. അപ്പൊ ഇസ്നാനി പറഞ്ഞാൽ അത്രയാണ് 2. അപ്പൊ ഇപ്പുറത്തെ കോളത്തിൽ അറബിയിൽ 2 എഴുതിയിരിക്കണ കണ്ടില്ലേ, അക്കം. അയിമക്ക് വരച്ചു കൊടുക്കുക. ആ രൂപത്തില് അക്കങ്ങളും അതിന്റെ അറബി വാക്കുകളും കൂടെ മനസ്സിലാക്കി പഠിക്കട്ടോ മക്കളെ. ഇനി നമ്മൾ അവസാനത്തെ പാടാണ്. എന്താണ് നോക്കി, ഇസ്മി ജാസിമുൻ. ഇസ്മി എന്റെ പേരെന്താണ്, ജാസിമുൻ ജാസിമാണ്. അനദാരിസുൻ ഞാൻ പഠിക്കുന്നു. ഫിസൊഫിസാനി 2-ാം ക്ലാസ്സിൽ. ഹാസ കലമി ഇത് എന്റെ പേനയാണ്. കലമി എന്നുള്ളതിന്റെ അവസാനം യാ വന്നോണ്ടാട്ടോ എന്റെ എന്ന് വന്നേ. ഹാസിഹി ഹക്കീബത്തി ഇത് എന്റെ ബാഗാണ്. ഫിൽ ഹക്കീബത്തി കിതാബുൻ ബാഗിൽ പുസ്തകം ഉണ്ട്. തിൽക ഷജറത്തുൻ അത് മരമാണ്. അലഷജറത്തി ഉറാബുൻ മരത്തിന്മേൽ കാക്കയുണ്ട്. അപ്പൊ ഉറാബുൻ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കാക്ക. അത് മനസ്സിലാക്കി പഠിച്ചോളൂ, ചിലപ്പോ അർത്ഥം എഴുതാൻ വരും. സാലിക ബൈത്തി അത് എന്റെ വീടാണ്. ഫിൽ ബൈത്തി എന്റെ വീട്ടിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്. അഹി എന്റെ സഹോദരനും വ ഉഖ്തി എന്റെ സഹോദരിയും ഉണ്ട്. അപ്പൊ ഈ അർത്ഥങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. അതുപോലെ പുസ്തകത്തിൽ പൂരിപ്പിക്കാൻ വന്നതാണ്, അപ്പൊ അതും പഠിക്കട്ടോ. ഇസ്മി ഡാഷ് എന്താണ്, ജാസിമുൻ. അനദാരിസുൻ ഫിസുഫിസാനി. ഫി ഹക്കീബത്തി എന്റെ ബാഗിലുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചത്? കിതാബുൻ. ഹാസ അഖി വഹാദിഹി ഉഖ്തി അത് എന്റെ സഹോദരനും സഹോദരിയുമാണ്. ഈ ചോദ്യം നോക്കി, മൻ അൻത നീ ആരാണ്? അതിന്റെ ഉത്തരം എന്താ പറഞ്ഞേ? അനദാരിസുൻ ഫിസുഫിസാനി അല്ലേ. എന്താ ഐനൽ കിതാബു ബുക്ക് എവിടെയാണ്? അൽ കിതാബു ഫിൽ ഹക്കീബത്തി. ഐനൽ അബു വൽ ഉമ്മു ഉമ്മയും ഉപ്പയും എവിടെയാണ്? അൽ അബു വൽ ഉമ്മു ഫിൽ ബൈത്തി. ഐനൽ ഉറാബു കാക്ക എവിടെയാണ്? അൽ ഉറാബു അല ഷജർത്തി കാക്ക മരത്തിന്മേലാണ്. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക. നമ്മളെല്ലാ പാഠങ്ങളും ഇപ്പൊ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് റെഡിക്ക് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട 1-2 വീഡിയോയുടെ ലിങ്ക് ഒക്കെ എന്തായിട്ടുണ്ട് കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലിങ്കും കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ വിജയം എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.